ഹലോ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എനിക്ക് എടുക്കാൻ പറ്റിയ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ചതിന് ശേഷം മുടിയൊക്കെ ചീവി കെട്ടി കേട്ടോ. അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല മുടിയൊന്നും കെട്ടിയില്ലെങ്കിൽ. അപ്പോൾ ലച്ചൂസ് എണീറ്റിട്ടില്ല. അപ്പം ഞാൻ അവൾ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് തലയണയൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. അല്ലെങ്കിൽ താഴെ വീണാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എഴുന്നേറ്റ് അങ്ങ് പോകും. പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് അവൾ എഴുന്നേറ്റിട്ട് വിളിക്കുക. അപ്പം ഞാൻ വന്നിട്ട് കൂട്ടുകയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ പുട്ടും മസാലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. പിന്നെ ലച്ചൂസിനെയൊക്കെ അംഗൻവാടിയിലൊക്കെ കൊണ്ടാക്കി വന്നതിന് ശേഷം ഞാൻ അകമൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി. താഴെ ഞാൻ രാവിലെ തന്നെ അടിച്ചു വാരിയിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. രാവിലത്തെ തിരക്കിനൊന്നും വീഡിയോ എടുക്കാൻ വേറെ എടുത്തു തരാനൊന്നും ആരുമില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാനിതൊക്കെ ഞാൻ തന്നെയാണ് എടുത്തത്. അങ്ങനെ മേലെയൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി. പിന്നെ ഞങ്ങൾ ഒരുങ്ങുന്ന മാല വള സാധനങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ കണ്ണാടീൻ്റെ അടിയിലെ തട്ടിലാണ് കേട്ടോ വെക്കാറ്. അതൊക്കെ പൊടി പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. കുറേ നാളായി ഞാനിങ്ങനെയൊക്കെ മുട്ടിയിട്ട് അടിച്ചു വാരിയിട്ട് കേട്ടോ. എന്തൊക്കെയോ തിരക്കായിരുന്നു. അങ്ങനെ ഞാൻ ഇന്ന് അടിച്ചു വാരുമ്പോൾ അതൊക്കെ പുറത്തെടുത്ത് വെച്ച് എല്ലാം മുട്ടിപ്പറഞ്ഞ് അടിച്ചു വാരി. ലച്ചൂസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്തോ പോലെയാണ്. അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്യാറ്. അങ്ങനെ അലക്കിയിരുന്നു. രാവിലെ തന്നെ അലക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അലക്കി ആറിയിടുകയൊക്കെ ചെയ്തു. അതിന് ശേഷം ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് കഷ്ണങ്ങളൊക്കെ മുറിച്ച് വെച്ചു കേട്ടോ. ഓലനാണ് വെക്കുന്നത്. പിന്നെ കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ച് വെച്ചു. അപ്പോഴേക്കും ഓലനും ചോറും പിന്നെ ചിക്കൻ കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാങ്ങയുണ്ട്. ചോറിന് ഇവിടെ ഞങ്ങൾ മാങ്ങയൊക്കെ കൂട്ടാറുണ്ട് കേട്ടോ. ഞാനിവിടെ വന്നതിന് ശേഷമാണ് മധുരമുള്ള മാങ്ങ ചോറിന് കൂട്ടി കഴിക്കുന്നത്. പിന്നെ അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫ്രിഡ്ജൊക്കെ വൃത്തിയാക്കി. അങ്ങനെ ഉച്ചയായപ്പോൾ ചോറൊക്കെ കഴിച്ചു കേട്ടോ. ചോറ് കഴിക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഉണങ്ങിയ തുണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ മടക്കി വെച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും 3:30 ആയപ്പോൾ ലച്ചൂസിനെ കൂട്ടാൻ പോയി വന്നു. പിന്നെ അവൾ വന്ന് കുളിച്ചതിന് ശേഷം ഞാൻ നേന്ത്രപ്പഴം ഇങ്ങനെ നെയ്യിനകത്താക്കി കൊടുക്കും കേട്ടോ, കാർട്ടൂണൊക്കെ കാണിച്ചിട്ട്. അങ്ങനെ വൈകുന്നേരത്തെ കുളിയും ജപവും ഒക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ 6:30 ആയപ്പോഴത്തേക്കും നമ്മൾ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചു. എപ്പോൾ നമ്മൾ കലണ്ടറിലെ ടൈമൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ വിളക്ക് കത്തിക്കാറ്. അങ്ങനെ ഞാൻ 7:30 ആയപ്പോൾ ലച്ചൂസിന് ചോറ് കൊടുത്തു. ഞാൻ 7:30 ആകുമ്പോഴേക്ക് ചോറ് കൊടുക്കും കേട്ടോ. പിന്നെ ഉറക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ കഴിക്കൂല. കൂടെ ഞാനും കഴിച്ചു. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.